ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ തംബ്നെയിൽ കണ്ട് നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സ്കിൻ വൈറ്റനിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ ഒരു റെമഡിയിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് വന്നവരുണ്ടാവും. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയുടെ ഇൻട്രോ ഒരു ഇച്ചിരി കൂടുതലായിരിക്കും. കാരണം എനിക്ക് നിങ്ങൾ ഈ സ്കിൻ വൈറ്റനിങ്ങിനെ പറ്റിയിട്ടുള്ള റെമഡീസൊക്കെ കാണുമ്പോഴും ചെയ്യുമ്പോഴും നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇച്ചിരി ലെങ്തി ആയിട്ട് വെക്കുന്നത്. ഇപ്പോൾ സാധാരണ വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ആളുകളത് സ്കിപ്പ് ചെയ്ത് കളയുകയും നേരെ റെമഡിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ കുറച്ച് വലുതാണ്, ബോറിംഗ് ആണെന്ന് കണ്ടിട്ട് വീഡിയോ തന്നെ മാറ്റിപ്പോവുകയാണ് ചെയ്യാറ്. പക്ഷേ അത് അറിഞ്ഞിട്ടും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ ഇച്ചിരി ലെങ്തി ആക്കി ഇടുന്നത്, നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്താണെങ്കിലും സ്കിൻ വൈറ്റനിങ് ആഗ്രഹിച്ച് ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നവരാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ ഈ റെമഡി വളരെ സിമ്പിളും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 6 ദിവസത്തേക്ക് ഈ ഒരു റെമഡി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണ്. കാരണം ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്നവരും പിന്നെ ഇങ്ങനെ റെമഡീസൊക്കെ ഡെയിലി ചെയ്യാൻ സമയമില്ലാത്തവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരു തവണ ഉണ്ടാക്കിയാൽ മതി, നിങ്ങൾക്ക് 7 ഡേ ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ സ്കിന്നും ബ്യൂട്ടിഫുൾ ആണ്, ഏത് കളറും ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ യഥാർത്ഥ ഫോമിലേക്ക് എത്തിക്കുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇനി ഇത്രയും നീളമുള്ള ഒരു ഇൻട്രോ ഒന്നും കാണാൻ ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാതെ പോകണ്ട. അതിന് പകരം നിങ്ങൾ നേരെ സ്കിപ്പ് ചെയ്ത് നമ്മുടെ റെമഡിയിലേക്കൊന്ന് പോയി നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ റെമഡി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഒരു 7 ദിവസം കഴിയുമ്പോഴേക്കും, ഇല്ലെങ്കിൽ അത്രയൊന്നും ആവണ്ട, അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ ഒന്നും കൂടെ എടുക്കുകയും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രോ ഒന്ന് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ എന്താണെങ്കിലും മിസ്സാക്കരുത്, നിങ്ങൾ ആ റെമഡി ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറ്, അതിൻ്റെ ടോൺ, ടെക്സ്ചർ, ഇതൊക്കെ നമുക്ക് ജനിക്കുമ്പം ജനറ്റിക്കലായിട്ട് കിട്ടുന്നതാണ്. അതായത് ജനറ്റിക്കലായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ കളറോ, അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടെക്സ്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, ഇല്ലെങ്കിൽ അതിനു മുമ്പ്, അങ്ങനെ തലമുറകളായിട്ട് കൈമാറി വരുന്ന കുറച്ച് ജനറ്റിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളറും ടെക്സ്ചറും, നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ, സ്കിൻ ടോൺ, ഇതൊക്കെ. അപ്പോൾ ഒരാളുടെ സ്കിന്നിൻ്റെ കളറിനെ അവർക്ക് ജനിച്ചപ്പോൾ എന്ത് സ്കിൻ കളറാണോ കിട്ടിയിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയൊരു സ്കിൻ കളർ കിട്ടുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ്. സയൻറ്റിഫിക്കലി അത് പ്രാക്ടിക്കൽ അല്ല ഇത്. അപ്പോൾ നമുക്ക് ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം കുറച്ച് ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഫെയർ ആയി വരുന്നു, അതായത് കൂടുതൽ വെളുത്ത് വരുന്നു. അങ്ങനെ റിസൾട്ട് തരുന്ന ചില പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ പ്രൊഡക്ട്സിൽ എന്തൊക്കെ കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് വായിച്ച് നോക്കുക, അതിനെ പറ്റിയൊരു സ്റ്റഡി നടത്തുക. ഞാൻ പറയുന്നത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇനി ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണെങ്കിലും ഏത് ടൈപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിലും നിങ്ങൾ ആ ലേബിൾ വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഇനി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു സൈഡ് എഫക്റ്റ് വന്നതിന് ശേഷം നമ്മൾ ആ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ച കെമിക്കൽസ് എന്താണെന്നും അത് സ്കിന്നിന് ഡാമേജ് ആണോ അല്ലെങ്കിൽ അത് കുഴപ്പമുണ്ടാക്കാത്തതാണെന്നൊക്കെ അന്ന് നമ്മൾ സ്റ്റഡി ചെയ്താൽ നമുക്ക് ആ വന്നിരിക്കുന്ന സൈഡ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മാർക്കറ്റ് ബേസ്ഡ് ഒരു പ്രൊഡക്റ്റ് പരസ്യങ്ങൾ കണ്ട് ആകൃഷ്ടരായിട്ട് വാങ്ങി ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നാണ്, നമ്മളാണ് കെയർ ചെയ്യേണ്ടത്. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം അത് ഉപയോഗിക്കുക. ഇനി നാച്ചുറൽ റെമഡീസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ എന്താണ് ഈ റെമഡീസ് നമുക്ക് തരുന്ന റിസൾട്ട്? നമ്മുടെ ജനറ്റിക്കലായിട്ട് കിട്ടിയ കളറിനെ മൊത്തമായിട്ട് മാറ്റുന്നതാണോ? അങ്ങനെയല്ല. നമ്മൾ നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യുമ്പം നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റായിരുന്നു, നമുക്ക് സ്കിന്നിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കിന്നിൽ ടാൻ, അതായത് വെയിലടിച്ചിട്ട് നമ്മൾ കൂടുതൽ കരുവാളിച്ച് പോയി എന്നൊക്കെ പറയുന്നൊരവസ്ഥയില്ലേ, അതാണ് ടാനിങ്. സ്കിൻ ടാനൊന്നും നമുക്കില്ല, നമ്മൾ ജനിച്ച് വന്നിട്ടേ ഉള്ളൂ. നമ്മുടെ സ്കിന്ന് പ്യുവറാണ്, സോഫ്റ്റാണ്, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ജനറ്റിക്കലി കിട്ടിയ നിങ്ങളുടെ സ്കിന്നിൻ്റെ യഥാർത്ഥ കളറോ ടെക്സ്ചറോ ടോണോ ആയിരിക്കണം എന്നില്ല ഇപ്പം നിങ്ങളുടേത്. കാരണം നമ്മൾ കൂടുതലും പുറത്ത് പോകുന്നു. ഇപ്പോഴത്തെ നമ്മുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല,
ഒത്തിരി മലിനമാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾക്ക് പിന്നെ ആ ടേബിളിൽ കൂടുതൽ പൊടി പിടിച്ച് തുടയ്ക്കണമെന്ന് തോന്നുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ റൂമിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ടേബിളൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് പുറത്ത് പോയി തിരിച്ച് വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ടേബിള് ഫുള്ളായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ വന്നിരിക്കുന്നത് കാണാം. അതിൻ്റെ അർത്ഥം നമ്മുടെ അന്തരീക്ഷത്തിൽ അത്രയും പൊടിയുണ്ട്. അപ്പോൾ ഈ പൊടിയൊക്കെ നമ്മുടെ ഫേസിൽ, നമ്മുടെ കയ്യിൽ, നമ്മുടെ കഴുത്തിൽ, നമ്മൾ എവിടെയാണോ നമ്മുടെ സ്കിൻ എക്സ്പോഷറായിട്ടിരിക്കുന്നത് അവിടെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺലൈറ്റ് നമ്മുടെ സ്കിന്നിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് അത്ര നല്ല കാര്യങ്ങളല്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പല ലെയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഔട്ടർ ലെയറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നർ ലെയറിനെ ഈ ഒരു മാലിന്യത്തിൽ നിന്നും സൂര്യൻ്റെ ഈ ലൈറ്റിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഔട്ടർ ലെയർ ചെയ്യുന്നൊരു സാക്രിഫൈസാണ് ശരിക്കും നമ്മൾ ഈ കാണുന്ന ടാനിങ്ങും പിന്നെ ഒരുപാട് സ്കിൻ പ്രോബ്ലംസൊക്കെ. അങ്ങനെ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഈ ഒരു പൊടിയും അന്തരീക്ഷ മലിനീകരണവും അങ്ങനെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളായിട്ട് കൂടുതൽ ഇടപഴകുന്നതനുസരിച്ച് സ്കിന്നിൽ പുതിയ പുതിയ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നാച്ചുറൽ റെമഡീസിലൂടെ മാറ്റി നമ്മുടെ സ്കിന്ന് നമ്മൾ ജനിച്ചപ്പോൾ ഏത് കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ട്രൂ സെൽഫിലേക്ക് തിരിച്ചു പോകാനായിട്ട് നാച്ചുറൽ റെമഡീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾക്ക് ഓരോ ടൈപ്പ് ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പ്രശ്നത്തിലിരിക്കുന്ന നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ ഈ നാച്ചുറൽ റെമഡീസ് ചെയ്യുമ്പം നമുക്ക് സഡനായിട്ട് കാണുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു റെമഡി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു വിശ്വാസത്തോടെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സ്കിന്ന് ബെറ്ററായി നമുക്ക് ജനറ്റിക്കലി ഏത് ടൈപ്പ് സ്കിൻ കളർ, സ്കിൻ ടോൺ, സ്കിൻ ടെക്സ്ചറാണോ കിട്ടിയത് അതിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ റെമഡീസ് ആയതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റിനെയും പേടിക്കേണ്ട. നമ്മളെപ്പോഴും ഒരു റെമഡി നാച്ചുറൽ ആണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിലും ശരി നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നാച്ചുറൽ റെമഡീസിന് എന്തിനാണ് ഈ പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റെമഡീസ് അല്ലേ, ഒന്നും പേടിക്കാനില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിലും ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെമ്മീൻ ചിലവർക്ക് കഴിക്കാൻ പറ്റില്ല, അതുപോലെ പീനട്ട്, പിന്നെ വേറെ ബദാം, അങ്ങനത്തെ നട്ട്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും ഓരോരുത്തർക്ക് കഴിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നട്ട്സ് കഴിച്ച അലർജി വരുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നട്ട്സ് പൊടിച്ചിട്ടുള്ള നാച്ചുറൽ റെമഡീസ് ഇല്ലെങ്കിൽ ബദാം ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നാച്ചുറൽ റെമഡീസ് അവർക്ക് അലർജി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അലർജീസിനെയൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു നാച്ചുറൽ റെമഡിയിൽ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് റെമഡി ഉണ്ടാക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അലർജി ഇല്ല എങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ആവശ്യമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അവരുടെ സ്കിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവർ ചെയ്ത് നോക്കിയിട്ട് അവർക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ആ റെമഡി അവർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ റെമഡി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുമ്പം നിങ്ങൾക്ക് 100% റിസൾട്ട് വരും. നിങ്ങളുടെ സ്കിന്നിൽ പുതിയൊരു തിളക്കവും ഒരു ഫെയർനെസ്സൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജനിച്ചപ്പം നിങ്ങൾക്ക് കിട്ടിയ കളറും നിങ്ങൾക്ക് കിട്ടിയ സ്കിൻ ടെക്സ്ചർ തന്നെയാണത്. അതിലേക്ക് തിരിച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ ഒരു റെമഡി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് നാളെ ഒരാൾക്കിത് ഷെയർ ചെയ്യുമ്പം നമ്മുടെ സ്കിന്ന് വെളുപ്പിക്കാനുള്ളൊരു റെമഡി കിട്ടിയെന്ന് പറഞ്ഞ് ഒരിക്കലും ഷെയർ ചെയ്യരുത്. കാരണം നിങ്ങളത് മനസ്സിലാക്കണം, അവരുടെ സ്കിന്ന് വെളുപ്പിക്കുകയല്ല, അവരുടെ സ്കിന്നിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു നാച്ചുറൽ റെമഡി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിൽ വെക്കുമല്ലോ. എന്നാൽ നമുക്ക് റെമഡിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു റെമഡിയിലെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 3 ടേബിൾ സ്പൂൺ അളവിൽ റൈസ് ഫ്ലോർ ആണ്, അതായത് അരിപ്പൊടി. ഈ അരിപ്പൊടിയിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ് ഇതൊക്കെ. നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ട്, അതുപോലെ തന്നെ ടാനിങ്, ഇതൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ട്രൂ ഫോമിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഈ അരിപ്പൊടിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കൊറിയൻ വൈറ്റനിങ് പ്രോഡക്ട്സിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റൈസ് ഫ്ലോർ ആവുന്നത്. ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ തന്നെ യോഗട്ട് അല്ലെങ്കിൽ തൈരാണ്. അപ്പോൾ ഈ തൈരിനും യോഗട്ടിനും നമ്മുടെ സ്കിന്നിനൊന്ന് മോയ്സ്ചറൈസിങ് എഫക്റ്റ് തരാനും അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് രണ്ടും നല്ല പോലെ ഒരു പേസ്റ്റ് ആക്കുക. അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.
നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മിക്സ്ചറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ 1/3 ഭാഗം റോസ് വാട്ടർ, അല്ലെങ്കിൽ നാരങ്ങാനീര് ഫ്യൂ ഡ്രോപ്സ് മതിയാകും. നാരങ്ങാനീര് പറ്റാത്തവർക്ക് പൊട്ടറ്റോ ജ്യൂസ്, അതും ഒരു ടേബിൾ സ്പൂണിൻ്റെ 1/3 ഭാഗം വെച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പരുവത്തിൽ നമ്മുടെ പേസ്റ്റ് എത്തിക്കുക. അപ്പോൾ അതിന് ആവശ്യമുള്ള അളവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. കഴുകുമ്പോഴും നമ്മൾ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്ത് ഉരച്ചുകൊണ്ട് കഴുകാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ച് പതുക്കെ ഇത് കഴുകിക്കളയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് ഒന്ന് സോഫ്റ്റ് ആകുന്നതായിട്ടും സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് എൻഹാൻസ് ആകുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ നാരങ്ങാ നീരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 7 ദിവസവും ഈ ഒരു റെമഡി അപ്പോൾ ചെയ്യാൻ പാടില്ല. നാരങ്ങാ നീര് യൂസ് ചെയ്യുന്നവർ ഒരു 1-2 ദിവസം ഇടവിട്ട് ആഴ്ചയിലൊരു 3 തവണയൊക്കെ ചെയ്താൽ മതിയാകും. ഇനി നിങ്ങൾ നാരങ്ങാനീര് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണ്, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് 7 ഡേയ്സും ഈ ഒരു റെമഡി ചെയ്യണം, കാരണം ടാനിങ് ഒക്കെ അത്രയും കൂടുതലാണ്, അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ ഒരു ദിവസം നാരങ്ങാനീര്, ഒരു ദിവസം റോസ് വാട്ടർ, ഒരു ദിവസം പൊട്ടറ്റോ ജ്യൂസ്, അങ്ങനെ മാറി ഇത് യൂസ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഷുവറായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യണം. കാരണം ഓരോരുത്തരുടെ സ്കിൻ ഓരോ ടൈപ്പാണ്, ഓരോരുത്തരുടെ ടാനിങ്ങും അവരുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോ ലെവലിലാണുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ റിസൾട്ടും അതുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിലെന്താണെങ്കിലും മികച്ചൊരു റിസൾട്ട് എല്ലാവർക്കും പ്രതീക്ഷിക്കാമെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. ഇപ്പോൾ ഫ്രഷായിട്ട് ടാൻ വന്നവർക്കൊക്കെ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രാമത്തെ യൂസിലാണ് റിസൾട്ട് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വെറും 7 ദിവസമേ വേണ്ടൂ. അതും ഇത്രയും സിമ്പിളായിട്ട് 1 രൂപയുടെ ചിലവില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ ഒരു റെമഡി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലില്ല. നമ്മുടെ വീട്ടിൽ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ 1 രൂപ ചിലവില്ലാതെ തന്നെ ഞാൻ ഇവിടെ പറയുകയാണ്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെമഡിയാണ്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അപ്ലൈ ചെയ്ത് നോക്കുക. യാതൊരു ടെൻഷനും വേണ്ടല്ലോ. കെമിക്കൽ പ്രൊഡക്ട്സ് പോലെ ഒന്നുമല്ല. ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോ അങ്ങനെയൊന്നും നമ്മളിവിടെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയണത്. എനിക്ക് പേഴ്സണലായിട്ട് ഒത്തിരി റിസൾട്ട് എന്ന റെമഡി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കൂ. ഒരു 20 മിനിറ്റ്സൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ വെച്ച ശേഷം ഞാനത് കഴുകി കളഞ്ഞിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ 2 സ്റ്റെപ്പ് കൂടെ ചെയ്യണം. ഒന്ന് നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യുക, 2 ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ടോണറായിട്ട് നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലയെന്നാണെങ്കിൽ പ്ലെയിൻ റോസ് വാട്ടർ നമുക്ക് ടോണറായിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ പ്ലെയിൻ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റോസ് വാട്ടറൊക്കെ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു കിഡ്ലൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി പകൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും ഒരു കുട ചൂടാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് വന്ന് നിങ്ങൾ അത്രയും ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്തരം ഒരുപാട് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത തവണ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.